ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കറുത്ത പഴം കൊണ്ടുള്ള വൈകുന്നേരത്തെ പലഹാരങ്ങൾ. അങ്ങനെ നമ്മളെ പുറത്ത് കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല ഈ കറുത്ത പഴം. ഇനി നമുക്ക് അതിനുള്ളൊരു പലഹാരം ഉണ്ടാക്കാം. അങ്ങനെ പഴുത്ത കായെല്ലാം തോലെല്ലാം പോക്കി മിക്സിയിലിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചിട്ടെടുക്കാം. നല്ലോണം വെള്ളമൊന്നും വരണ്ട. പഞ്ചസാരയും നമ്മളെ പഴം വലിയ പഞ്ചസാരയില്ല, ചെറിയ പഞ്ചസാരയില്ല, അങ്ങനെ അടിച്ച് വെച്ച് അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് മൈദയും കുറച്ച് ഉപ്പും, പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഏലക്കായ് പൊടിച്ചതും എല്ലാം ഇട്ടൊന്ന് യോജിക്കാം. നമുക്ക് മൈദപ്പൊടി അതിൻ്റെ പാകത്തിനുള്ള നമുക്ക് നോക്കി ഇടാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലുള്ള അളവിനാണ് എടുത്തത്. പഴം എത്രയുണ്ടോ അത്ര അനുസരിച്ചിട്ടിടാം. അധികം ലൂസാകാൻ പാടില്ല, അധികം ടൈറ്റാകാൻ പാടില്ല. അങ്ങനെ നല്ലോണം ഇളക്കി വെച്ച് ഈ പാകത്തിൽ മാറ്റി. അങ്ങനെ നമ്മൾ കുറച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മുട്ട ഇട്ടിട്ട് ഇതാക്കി. മുട്ട വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഇടണ്ട. അങ്ങനെ നമ്മളെ ഈ ഓയിലിൻ്റെ ഉറയിലാണ്ട് ഇത് പൊരിച്ചെടുക്കുന്നത്. നല്ല പുളിവാരല്ലെന്ന് പറയും നമ്മളെ നാട്ടിൽ. അടിപൊളി ടേസ്റ്റ്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കിയ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓയിലിൻ്റെ കവറിൽ ഇട്ട് ഈ സൈഡ് ഭാഗം മുറിച്ച് ഇങ്ങനെ പാർന്ന് റെഡിയാക്കുന്നു. വേഗം ചെറിയ തീയിലാണ്ട് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് കണ്ടതുപോലെ നല്ല കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല പദവും നല്ല ഇതും എല്ലാം ഉണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. അങ്ങനെ നമ്മളെ പൊരിഞ്ഞ് വന്ന് അങ്ങേപ്പുറം മറിച്ചിടാം. ഇത് ചെറിയ തീയിൽ വെച്ചാൽ മതി, വേഗം ആകുകയും ചെയ്യും. അധികം എണ്ണയൊന്നും ആവശ്യമില്ല. കുറച്ച് എണ്ണയിൽ വേഗം പൊരിച്ചിട്ടെടുക്കുകയും ചെയ്യും, വേഗം പകുകയും ചെയ്യും. നമ്മളെ പഴവും മൈദയും നല്ല പഴുത്ത പഴം ഉണ്ടായാൽ ഒന്ന് കളയൊന്നും വേണ്ട, കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇത് വേഗം ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റ്. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണും. ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തും. എല്ലാവരും കാണുന്ന ആളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാരോടെല്ലാം പറയുക. ഇങ്ങനെ ഒന്ന് സംഭവം ഇങ്ങനെ ഉണ്ട്, പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുന്ന. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ പഴം കൊണ്ടുള്ള. നമുക്ക് കവറില്ലെങ്കിലും ഇങ്ങനെ പിന്നെ ഓയിലിൻ്റെ കവറില്ലെങ്കിലും വെളിച്ചെണ്ണേൻ്റെ കവറില്ല, പാലിൻ്റെ കവറില്ല, അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം മുറിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചിട്ടെടുക്കുക. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക. നമുക്ക് ഓയിലിൻ്റെ കവറില്ലെങ്കിൽ നമുക്ക് സ്പൂണിലാക്കിയിട്ട് ഉണ്ടയായിട്ട് പൊരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളിയുള്ള ടേസ്റ്റുള്ള നമ്മളിതിന് റെഡിയായി വന്നു. നല്ല പൊരിഞ്ഞ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഉണ്ടാക്കാൻ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളെ ചെറിയ തീയിലാക്കി നമുക്ക് ഇങ്ങനെ പാർന്ന് ചൂടാക്കിയിട്ട് പൊരിച്ച് അടിപൊളി ടേസ്റ്റുള്ള ഇവിടെ നല്ല പദവും എല്ലാം ഉണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബായ്.